ആരും ജീൻസ് ധരിക്കാൻ പാടില്ല. സ്ത്രീകൾ സൈക്കിൾ ഓടിക്കാൻ പാടില്ല. ജൂലൈ 8-ാം തീയതി ആരും ചിരിക്കാൻ പാടില്ല. ഇങ്ങനെ വിചിത്രമായ പല നിയമങ്ങൾക്കും പേരുകേട്ട രാജ്യമാണ് നോർത്ത് കൊറിയ. അവിടുത്തെ അമ്പരപ്പിക്കുന്ന ചില നിയമങ്ങൾ കണ്ടു നോക്കാം ഈ വീഡിയോയിൽ. സ്നൂസ്. നിങ്ങൾ കൂർക്കം വലിക്കുന്നയാളാണോ? നോർത്ത് കൊറിയയിലാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷകളായിരിക്കും. ക്ലാസ്സിനിടയിലും ഓൺലൈൻ മീറ്റിങ്ങിനിടയിലുമൊക്കെ ഉറങ്ങിപ്പോകാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ അതിനൊക്കെ നമുക്ക് ശിക്ഷ കിട്ടിയാൽ തന്നെ അത് എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ ആ സമയം നോർത്ത് കൊറിയയിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വധശിക്ഷയായിരിക്കും. അതിപ്പോൾ എത്ര വലിയ മന്ത്രിയാണെങ്കിലും ശരി. 2015 ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന ഹ്യോങ് യോങ് ചോൾ പട്ടാളക്കാരുടെ റാലി നടക്കുന്നതിനിടയിൽ ചെറുതായി ഒന്ന് മയങ്ങിയതാണ്. ഇതറിഞ്ഞ കിം ജോങ് ഉൻ ഉടനെ തന്നെ അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് മാറ്റുകയും ആളുകളുടെ മുന്നിൽ വെച്ച് കൊന്നുകളയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത വർഷം തന്നെ ഇത്തരത്തിൽ മറ്റൊരു സംഭവം കൂടി അവിടെ നടന്നു. ഇത്തവണ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ കിം യോങ് ജിൻ ആയിരുന്നു വധശിക്ഷയ്ക്ക് ഇരയായി തീർന്നത്. കിം ജോങ് ഉൻ സംഘടിപ്പിച്ച ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാത്ത രീതിയിൽ ഇരുന്നു എന്ന കുറ്റമായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടത്. ബൈസൈക്കിൾ. സൈക്കിളുകൾ വളരെ നല്ലൊരു യാത്രാമാർഗമാണ്. എന്നാൽ നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ പ്യോങ്യാങ്ങിൽ 1992 മുതൽ സൈക്കിൾ യാത്ര നിരോധിച്ചിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അയൽ രാജ്യമായ ചൈനയിൽ ആളുകൾ കാൽനടയിൽ നിന്നും സൈക്കിളുകളിലേക്കും അതിൽ നിന്ന് മോട്ടോർ വാഹനങ്ങളിലേക്കും പതിയെ മാറിയപ്പോൾ ആ മാറ്റം വളരെ വേഗത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നോർത്ത് കൊറിയയുടെ തലസ്ഥാന നഗരിയിൽ സൈക്കിൾ നിരോധിച്ച് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള നിയമം ഇറക്കിയത്. എന്നാൽ പാവപ്പെട്ടവരായ പലർക്കും കാറ് വാങ്ങിക്കാൻ കഴിയാതെ വന്നതോടെ ബൈക്കുകളിലായി യാത്ര. 1995 സ്ത്രീകൾ സൈക്കിൾ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള അടുത്ത നിയമം ഇറങ്ങി. അതിന് കാരണമായി പറഞ്ഞത് സ്ത്രീകൾ സൈക്കിൾ ഓടിക്കുന്നത് മറ്റുള്ളവരെ വളരെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് സമൂഹത്തിൻ്റെ ധാർമ്മികതയെ ബാധിക്കും. കൂടാതെ സ്ത്രീകൾക്ക് ജന്മന ട്രാഫിക് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ വരുത്തിവെക്കുന്നു തുടങ്ങിയ വിചിത്രമായ കാരണങ്ങളൊക്കെയാണ് അവർ നിരത്തിയത്. എന്നാൽ ഇതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ് എന്നത് ലോകത്തിലെ വാഹന അപകടങ്ങളുടെ കണക്കിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2013 ശേഷം ഈ നിയമത്തിൽ ചില അയവുകൾ വന്നിട്ടുണ്ട് എന്നത് തന്നെ ഒരാശ്വാസമാണ്. ജീൻസ്. കഴുകിയും കഴുകാതെയും ഒക്കെ എത്ര ദിവസമാണല്ലേ നമ്മൾ ജീൻസ് ഉപയോഗിക്കാറുള്ളത്? എന്നാൽ ജീൻസ് ഇടാൻ പറ്റാത്ത ഒരു ജീവിതത്തെപ്പറ്റി നമ്മളിൽ എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും? അങ്ങനെ ജീൻസ് ഇല്ലാത്ത ജീവിതം നയിക്കേണ്ടി വന്നവരാണ് നോർത്ത് കൊറിയയിലെ ജനങ്ങൾ. 2020 പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനം കുറയ്ക്കാൻ വേണ്ടി കിം ജോങ് ഉൻ അനവധി നിയന്ത്രണങ്ങളാണ് അവിടെ കൊണ്ടുവന്നത്. അതിലൊന്നായിരുന്നു ജീൻസ് ഉപയോഗത്തിൻ്റെ നിരോധനം. 1945 കൊറിയ സൗത്തും നോർത്തുമായി രണ്ടായി വിഭജിക്കപ്പെട്ടത്. ആ സമയത്ത് സൗത്ത് കൊറിയയ്ക്ക് അമേരിക്കയും നോർത്ത് കൊറിയയ്ക്ക് സോവിയറ്റ് യൂണിയനുമായിരുന്നു പിന്തുണ നൽകിയത്. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയക്കാർ അമേരിക്കയെയും വെസ്റ്റേൺ സംസ്കാരത്തെയും അന്നു മുതൽ ശത്രുതയോടെയാണ് കണ്ടിട്ടുള്ളത്. ഇതാണ് ജീൻസ് നിരോധനത്തിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം. ഇതുകൂടാതെ ജോലി സംബന്ധമായ ആവശ്യത്തിനല്ലാതെ സ്ത്രീകൾ പാൻസ് ധരിക്കാൻ പാടില്ല എന്നൊരു നിയമവും അവിടെ പ്രാബല്യത്തിലുണ്ട്. 26 മില്യൺ ജനങ്ങളുള്ള നോർത്ത് കൊറിയയിൽ എല്ലാവരും ഈ നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും സ്ത്രീകൾ നിരോധിച്ച ഡ്രസ്സ് ധരിച്ച് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ യൂത്ത് ലീഗ് അംഗങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യാനും കുറ്റം ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ലെറ്റർ എഴുതി മേടിക്കാനും അധികാരം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ സാധിക്കുന്ന അവർ പിടിക്കപ്പെട്ട സ്ത്രീയുടെ പേരും വിലാസവുമെല്ലാം പൊതുജനങ്ങളെ ഉറക്കെ വിളിച്ചറിയിക്കുകയും ചെയ്യും. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, നമ്മുടെ പേരും ഇതുപോലെ വിളിച്ചു പറയുന്നത്. എന്തൊരവസ്ഥയാണല്ലേ അത്. ഹെയർ. നമ്മളിവിടെ നമ്മുടെ ഇഷ്ടത്തിന് മുടി മുറിക്കുന്നു, കളർ ചെയ്യുന്നു, സ്റ്റൈൽ ചെയ്യുന്നു. എന്നാൽ നോർത്ത് കൊറിയയിലെ പാവം ആളുകൾക്ക് 2013 ഉത്തരവ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഹെയർ സ്റ്റൈൽ മാത്രമേ കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളൂ. അതനുസരിച്ച് 10 ഹെയർ സ്റ്റൈലാണ് ആണുങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്, 18 പെണ്ണുങ്ങൾക്കും. കൂടാതെ 60 വയസ്സിൽ താഴെയുള്ള ആണുങ്ങൾ 2 ഇഞ്ചിൽ കൂടുതൽ മുടി നീട്ടുകയും അരുത്. 60 വയസ്സിന് മുകളിലാണെങ്കിൽ 3 ഇഞ്ച് വരെ നീട്ടാനുള്ള കാരുണ്യം അവർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആണുങ്ങൾക്കും ഓരോ 15 ദിവസം തോറും മുടി നീളുന്ന മുന്നേ മുറിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. ഇനി സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ നീളം കുറഞ്ഞ മുടിയുമായി നടക്കാൻ അനുവാദമുള്ളൂ. അതും ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റൈലിൽ മാത്രം. കല്യാണം കഴിയാത്തവരാണെങ്കിൽ മുടി നീട്ടിയും കേർലിയായിട്ടുമാണ് സൂക്ഷിക്കേണ്ടത്. നിയമലംഘനം കണ്ടാൽ യൂത്ത് ലീഗ് അംഗങ്ങൾ വന്ന് നിർബന്ധിച്ച് മുടിയുടെ സ്റ്റൈൽ മാറ്റിക്കളയുന്നതായിരിക്കും. എന്ത് കഷ്ടമാണല്ലേ. നോ ഇമിറ്റേഷൻ. 8 ബില്യൺ ജനസംഖ്യയുള്ള ഈ ലോകത്ത് നമ്മുടെ അതേ പേരുള്ള എത്രയോ ആളുകളായിരിക്കും ഉണ്ടാവുന്നതല്ലേ. എന്നാൽ കിം ജോങ് ഉന്നിൻ്റെ പേര് അങ്ങനെയല്ല. 2011 കിം ജോങ് ഉൻ അധികാരത്തിൽ വന്നതോടെ തൻ്റെ പേര് മറ്റാർക്കും ഇനി വേണ്ട എന്നൊരു കർശനമായ ഉത്തരവിറക്കി. അതോടെ കിം ജോങ് ഉൻ എന്ന പേരുള്ള നോർത്ത് കൊറിയക്കാർക്കെല്ലാം ആ പേര് മാറ്റേണ്ടതായി വന്നു. വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരായിരുന്നതിനാൽ നിരവധി ആൾക്കാരാണ് പേരു മാറ്റിയത്.
ഇതേ നിയമം കിം ജോങ് ഉൻ തൻ്റെ പിൻഗാമി എന്ന് പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൻ്റെ കാര്യത്തിലും നടപ്പാക്കിയിട്ടുണ്ട്. കിം ജു എയ് എന്നാണ് മകളുടെ പേര്. എന്തൊക്കെ നിയമങ്ങളാണല്ലേ. മൊബൈൽ. നമുക്കിവിടെ ഇരുന്ന് ലോകത്തുള്ള ആരുമായും ഫോണിൽ സംസാരിക്കാൻ പറ്റുമല്ലോ. എന്നാൽ നോർത്ത് കൊറിയയിലാണെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമാണ്. അവിടുത്തെ ഡൊമസ്റ്റിക് മൊബൈൽ സർവീസായ കൊറിയോ ലിങ്ക് എല്ലാ ഇൻ്റർനാഷണൽ കോളുകളും ബ്ലോക്ക് ചെയ്യും. അതിനായി രാജ്യ അതിർത്തിയിലെല്ലാം സിഗ്നൽ ജാമറുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. കൂടാതെ എല്ലാ കോളുകളും സദാ നിരീക്ഷണത്തിലുമായിരിക്കും. രാജ്യത്തിന് പുറത്തേക്ക് വിവരങ്ങൾ ചോരാതിരിക്കാനും അവിടുത്തെ ആളുകൾ പുറത്തെ വിവരങ്ങൾ അറിയാതിരിക്കാനും വേണ്ടി അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അഥവാ ഇനി ഒരു ഇൻ്റർനാഷണൽ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിക്കുകയും വേണം. പുറത്തെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചാൽ തങ്ങൾ എത്ര മോശപ്പെട്ട ഭരണ സംവിധാനത്തിന് കീഴിലാണ് എന്നും കഠിനമായ ജീവിതമാണ് നയിച്ചു വരുന്നത് എന്നും ജനങ്ങൾ മനസ്സിലാക്കുമെന്ന ഭയമായിരിക്കും ഇതിനെല്ലാം പിന്നിൽ. ഇത്രയും നാളുകൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത തങ്ങളുടെ അടിമകൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് പുറത്തു പോകുമോ എന്നും ഭരണകൂടത്തിനെതിരെ തിരിയുമോ എന്നുമുള്ള ആ വലിയ ഭയം. ഒരിക്കൽ രഹസ്യമായി ഒപ്പിച്ചെടുത്ത ഫോണും സിമ്മും ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ കോൾ ചെയ്ത ഒരാൾക്ക് കിട്ടിയത് വധശിക്ഷയായിരുന്നു. തൻ്റെ ഫോൺ ഒളിപ്പിക്കാനുള്ള സമയം പോലും അയാൾക്ക് കിട്ടുന്നതിന് മുന്നേ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഭയാനകം തന്നെയല്ലേ. ജൂലൈ 8. ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ തികച്ചും ഭ്രാന്തമായ ഒരു നിയമമാണ് അടുത്തത്. ജൂലൈ 8 നോർത്ത് കൊറിയയിലെ ആരും ചിരിക്കാൻ പാടില്ല. ഇതെന്താ ഇങ്ങനെയൊരു നിയമം എന്ന് തോന്നുന്നില്ലേ? കിം ജോങ് ഉന്നിൻ്റെ ഭരണകൂടമാണ് ഇത്തരത്തിലൊരു നിയമം ഇറക്കിയത്. 1994 ജൂലൈ 8 മുൻ പ്രസിഡൻ്റായിരുന്ന കിം ഇൽ സങ്ങിൻ്റെ മരണം. അതിനാൽ എല്ലാ വർഷവും ജൂലൈ 8 ആളുകൾക്ക് ചിരിക്കാനോ ഉറക്ക സംസാരിക്കാനോ ഡാൻസ് ചെയ്യാനോ വെള്ളമടിക്കാനോ ആഘോഷിക്കാനോ ഉള്ള അനുമതിയില്ല. അന്ന് ബർത്ത്ഡേ ഉള്ളവർ എത്ര നിർഭാഗ്യവാന്മാരായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ നിയമം തെറ്റിച്ചാൽ ലേബർ ക്യാമ്പുകളിൽ അടച്ചിടുകയോ ചിലപ്പോൾ മരണപ്പെടുകയോ ചെയ്തേക്കാം. കിം ഇൽ സങ്ങിൻ്റെ 10ാമത്തെ ചരമവാർഷികത്തോടനുബന്ധിച്ച് തുടർച്ചയായി 11 ദിവസങ്ങൾ ചിരിക്കരുത് എന്നതായിരുന്നു ഉത്തരവ്. ആ ദിവസങ്ങളിൽ കരയാൻ വേണ്ടി പ്രത്യേകം ആൾക്കാരെയും ഏർപ്പാട് ചെയ്തു. ജോബ്. വലുതാകുമ്പോൾ ആരാവണമെന്ന് നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ അവർ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും. എന്നാൽ ഇത്തരത്തിൽ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ സാധിക്കാത്തവരാണ് നോർത്ത് കൊറിയയിലെ കുട്ടികൾ. അവിടുത്തെ ഉൽപ്പാദനക്ഷമത ഉയർത്താനായി ഓരോരുത്തരും എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥാപനത്തിൽ എത്ര ജോലിക്കാരുടെ ആവശ്യമുണ്ടെന്ന കണക്കെടുത്താണ് ഓരോ ആളുകളെയും നിയമിക്കുന്നത്. ഗവൺമെൻറ് പറയുന്ന ജോലികൾക്ക് കുട്ടികളെ വിടാൻ താല്പര്യമില്ലാത്ത പേരൻസ് തങ്ങളുടെ ഇഷ്ടം നടപ്പാക്കാനായി വലിയ കൈക്കൂലി കൊടുക്കേണ്ടി വരാറുണ്ട്. ഒരു ജോലിക്കായി നിയമിക്കപ്പെട്ടാൽ പിന്നെ ട്രാൻസ്ഫർ മേടിച്ച് മറ്റൊരു ജോലിക്ക് പോവുക എന്നത് അസാധ്യമായ കാര്യവുമാണ്. പിന്നെ അവരും അവരുടെ കുട്ടികളും പേരക്കുട്ടികളുമൊക്കെ ജീവിതകാലം മുഴുവൻ അതേ ജോലി ചെയ്ത് ജീവിക്കും, മറ്റൊരു ഉത്തരവ് ഇറങ്ങുന്നതുവരെ. എങ്ങനെയുണ്ടായിരുന്നു നോർത്ത് കൊറിയയിലെ വിചിത്രമായ ഈ നിയമങ്ങൾ? നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.